ബ്ലാക്ക് മെയിലിംഗും പണപ്പിരിവിനുമായി നടത്തുന്ന വ്യാജ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾക്കും യൂട്യൂബ് ചാനലുകളും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി കേരള പോലീസ്. കേരളത്തിലെ പ്രധാന സ്വതന്ത്ര ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുടെ അപെക്സ് ബോഡിയായ കോം ഇന്ത്യ ഭാരവാഹികൾ ഇത് സംബന്ധിച്ചു നൽകിയ പരാതിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും ദക്ഷിണ ഉത്തരമേഖല IG-മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും DGPക്കും ADGPക്കും നൽകിയ പരാതിയിൽ കോം ഇന്ത്യ പ്രസിഡന്റ് സാജൻ കുര്യനും സെക്രട്ടറി KK ശ്രീജിത്തും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വെബ്സൈറ്റുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും മറവിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാപകമായി ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യവസായികൾ, ആശുപത്രികൾ, മതരാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന അനവധി സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. മാധ്യമ പ്രവർത്തന പരിചയവും മീഡിയ പശ്ചാത്തലമോ ഇല്ലാത്ത തട്ടിപ്പുകൾക്കു വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം പല വ്യാജ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പിന്നിലും കൊട്ടേഷൻ സംഘങ്ങൾ മുതൽ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ വരെ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് കോം ഇന്ത്യ നൽകിയ പരാതിയിൽ പറയുന്നു. ചിലർ വെബ്സൈറ്റുകൾ പോലുമില്ലാതെ ഫേസ്ബുക്ക് പേജുകളിൽ തലക്കെട്ടുകൾ നൽകി മീഡിയ എന്ന പേരിൽ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതും പതിവാണ്. ഇത്തരം മാധ്യമങ്ങളിൽ ചിലർ ഒത്തുകൂടി ചില അസോസിയേഷനുകളെ രൂപീകരിച്ച് അതിന്റെ പേരിലും കൂട്ടായ പണപ്പിരിവ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം ബ്ലാക്ക് മെയിലിംഗിനെതിരായ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്നും കോം ഇന്ത്യയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി, DGP, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകിയ ഉടൻ തന്നെ ADGP അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ സംഭവങ്ങൾ മുൻകാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പരാതികളും പോലീസ് പരിശോധിക്കും. വാർത്തകൾ പടച്ചുവിടുന്നത് പലപ്പോഴും പരാതികൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പണം നൽകിയില്ല എങ്കിൽ വാർത്ത നൽകുമെന്ന് പറഞ്ഞ് ജനപ്രതിനിധികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ PRD നിശ്ചയിച്ചിട്ടുള്ള മിനിമം വായനക്കാരുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും സംസ്ഥാന സർക്കാർ PRDയുടെ മീഡിയ ലിസ്റ്റ് വഴി അംഗീകാരം നൽകിയിട്ടുണ്ട്. 400-ലേറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനായി PRDയിൽ അപേക്ഷ നൽകിയെങ്കിലും മിനിമം യൂണിക് വിസിറ്റേഴ്സ് ഉള്ളത് 28 മീഡിയകൾക്ക് മാത്രമായിരുന്നു. എന്നാൽ അത്തരത്തിൽ വായനക്കാരോ അംഗീകാരമോ പോലും ഇല്ലാത്ത മീഡിയകളാണ് ലക്ഷങ്ങൾ വായനക്കാർ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബ്ലാക്ക് മെയിലിംഗും പണപ്പിരിവുമായി പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നത് എന്നാണ് പരാതിക്ക് കാരണം.